അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയുടെ അവസാന ഭാഗമാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. സൂറത്തുൽ വാഖിയയിൽ ആദ്യമായി ലോക അവസാനത്തെക്കുറിച്ചും അതിനുശേഷം ലോക അവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ 3 വിഭാഗമാകുമെന്നും നാം ചർച്ച ചെയ്തു. ഒരു വിഭാഗം സാബിഖൂൻ എന്ന് പറഞ്ഞ നന്മയിൽ മുൻകടന്ന വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരെന്ന സൗഭാഗ്യവാന്മാർ. മൂന്നാമത്തെ വിഭാഗം അസ്ഹാബു ഷിമാൽ എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാർ, ഹതഭാഗ്യർ. ഇതിന് ശേഷം വിശുദ്ധ ഖുർആൻ പരലോകത്തെക്കുറിച്ച്, പുനരുദ്ധാരണത്തെക്കുറിച്ച് നിഷേധിക്കുന്ന ജനങ്ങളോട് അള്ളാഹു ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ എന്തേ സത്യമാക്കാത്തത്? അഫറഅയ്തും മാ തുംനൂൻ. അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാ തുംനൂൻ, നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഇന്ദ്രിയത്തെക്കുറിച്ച്, ബീജത്തെക്കുറിച്ച്, ശുക്ലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തഖ്ലഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അതിനെ നിങ്ങളാണോ സൃഷ്ടിച്ചത്, അല്ല നാമാണോ സൃഷ്ടിച്ചത്? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്, നിങ്ങളുടെ ഇടയിൽ നാം മരണത്തെ കണക്കാക്കിയിരിക്കുന്നു. വമാ നഹ്നു ബിമസ്ബൂഖീൻ, അതിനെ നാം മുൻകടക്കുകയില്ല. അലാ അൻ നുബദ്ദില അംസാലക്കും വനുൻശിഅക്കും ഫീമാ ലാ തഅലമൂൻ. നിങ്ങളെപ്പോലെയുള്ളവരെ പകരം സൃഷ്ടിക്കാനും നിങ്ങളെ ഒരറിവുമില്ലാതെ സൃഷ്ടിക്കുവാനും അല്ലാഹു കഴിവുള്ളവനാണ്. വലഖദ് അലിംതുമുൻ നശ്അത്തുൽ ഊലാ ഫലൗലാ തദക്കറൂൻ. ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഫലൗലാ തദക്കറൂൻ, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അഫറഅയ്തും മാ തഹ്റസൂൻ. വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ പുനരുദ്ധാരണത്തെക്കുറിച്ച് നിഷേധിക്കുകയാണ്. നമ്മൾ എല്ലുകളും മണ്ണുകളും ആയതിനു ശേഷം വീണ്ടും എങ്ങനെയാണ് നമ്മളെ പുനർജീവിപ്പിക്കപ്പെടുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമാണ്. അത്തരം സംശയക്കാരോട് അല്ലാഹു വീണ്ടും ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തഹ്റസൂൻ, നിങ്ങളുടെ കൃഷിയിടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ, നിങ്ങളുടെ ആ കൃഷികളെ മുളപ്പിക്കുന്നത് നാമാണോ അല്ല നിങ്ങളാണോ? ലൗ നശാഉ ലജഅൽനാഹു താമൻ ഫളൽതും തഫക്കഊൻ, നാം അതിനെ ആക്കാൻ വിചാരിക്കുമായിരുന്നെങ്കിൽ ഹുതാമൻ, കറുത്ത വൈക്കോലുകളാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫളൽതും തഫക്കഊൻ, നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നവരാകുമായിരുന്നു. ഇന്നാ ലമുഗ്റമൂൻ, നിങ്ങൾ കടക്കാരാകുമായിരുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ, എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിത ഉപാധികൾ തടയപ്പെട്ടവരാകുമായിരുന്നു. വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ആ വെള്ളത്തെ കാർമേഘങ്ങളിൽ നിന്നും ഇറക്കുന്നവൻ, ആ കാർമേഘങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കുന്നവൻ നിങ്ങളാണോ അതോ നമ്മളാണോ?
ലൗ നശാഉ ജഅൽനാഹു ജാജൻ ഫലൗലാ തഷ്കുറൂൻ. ലൗ നശാഉ ജഅൽനാഹു ജാജൻ, നാം അതിനെ ഉപ്പുരസമുള്ളത് ആക്കാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ നാം അതിനെ അങ്ങനെ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ശുദ്ധമായ ജലങ്ങൾ ആകാശത്ത് നിന്ന് നാം ഇറക്കിത്തന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ? നിങ്ങൾ അല്ലാഹുവിനിക്ക് ശുക്ർ ചെയ്യുന്നില്ലേ? വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആൻതും അൻശഅതും ശജറതഹ, അതിന്റെ മരങ്ങൾ നിങ്ങളാണോ ഉണ്ടാക്കിയത്? അം നഹ്നുൽ മുൻശിഊൻ, അല്ല നാമാണോ അതിനെ ഉണ്ടാക്കിയത്? നഹ്നു ജഅൽനാഹ തദ്കിറതൻ, നിങ്ങൾക്ക് നാം അതിനെ ഓർമ്മിപ്പിക്കുന്നതാക്കി. നാം അതിനെ നിങ്ങൾക്ക്, ആ തീയിനെ നാം ഓർമ്മിപ്പിക്കുന്നതാക്കി. വമതഅൽ ലിൽ മുഖ്വീൻ, അതുപോലെ അതൊരു വിഭവമാക്കി. ലിൽ മുഖ്വീൻ, ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ താമസിക്കുന്നവർക്ക് നാം ഒരു വിഭവമാക്കി. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, അതുകൊണ്ട് ഉന്നതനായ അല്ലാഹുവിനിക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ പേരിനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുക, അവനെ നിങ്ങൾ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക. ഫല, അങ്ങനെയല്ല. ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളെ സ്ഥാനങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വ ഇന്നഹു ലഖസ്മുൻ ലൗ തഅലമൂന അലീം, തീർച്ചയായിട്ടും അത് വലിയൊരു സത്യമാണ്. ലൗ തഅലമൂന അലീം, നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ. ഇന്നഹു ലഖുർആനും കരീം, തീർച്ചയായിട്ടും ഇത് ആദരണീയമായ ഖുർആനാണ്. ഫീ കിതാബിൻ മക്നൂൻ, പ്രത്യേകമായ ഒരു ഗ്രന്ഥത്തിൽ അതിനെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലാ യമുസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധവാന്മാരല്ലാതെ അതിനെ തൊടുകയില്ല. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമയത്ത് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ഇതിന് വിശുദ്ധ ഖുർആൻ മറുപടി കൊടുക്കുകയാണ്, കാരണം അത് പ്രത്യേകമായ കിതാബിൽ അത് സൂക്ഷിക്കപ്പെട്ടതാണ്, അഥവാ ലഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ടതാണ്. അതിനെ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളല്ലാതെ അതിനെ തൊട്ടിട്ടില്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഈ ഖുർആൻ സർവലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നും ഇറങ്ങിയതാണ്. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, ഈ ഖുർആനിനെയാണോ നിങ്ങൾ വ്യാജമാക്കുന്നത്? വതജ്അലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ, ആ നിഷേധം നിങ്ങൾ ജീവിത വിഹിതമാക്കുകയാണോ? വീണ്ടും ഖുർആൻ പറയുന്നു, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽകൂൻ, നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ, വഅൻതും ഹീനഇദിൻ തംളുറൂൻ, ഈ സമയത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് ആ റൂഹിനെ തിരിച്ചു കൊണ്ടുവരാൻ, അവന് ജീവൻ തിരിച്ചു നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നാം നിങ്ങളെക്കാൾ അടുത്തു തന്നെയുണ്ട്. വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ ആ ഖുർആനിനെ, ആ നിയമങ്ങളെ നിങ്ങൾ നിഷേധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത് തിരിച്ചവർക്ക് ജീവൻ നൽകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അപ്പോൾ മുഖറബീങ്ങളായ ആൾക്കാർ, വസ്സാബിഖൂന സാബിഖൂൻ, നന്മയിൽ ഉളർന്ന ആൾക്കാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു അവർ മുഖറബീങ്ങളാണെന്ന്. ആ മുഖറബീങ്ങൾ മരിക്കുന്ന സമയത്ത് അവരുടെ അവസ്ഥ എന്താണെന്ന് പറയുകയാണ്. ഫറൗഹും വറൈഹാനും വജന്നത്തുൻ നഈം, അവർ ആശ്വാസത്തിലും വിശിഷ്ടമായ വിഭവത്തിലുമാണ്. വജന്നത്തുൻ നഈം, അതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലുമാണ്. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, അപ്പോൾ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞ വലതുപക്ഷക്കാർ, സൗഭാഗ്യവാന്മാർ, അവരുടെ അവസ്ഥ ഫസലാമുൻ ലക മിൻ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനിക്ക് സമാധാനമാണ്. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാലീൻ, അപ്പോൾ മൂന്നാമത്തെ വിഭാഗമായ സത്യനിഷേധികളായ ആൾക്കാർ, സത്യനിഷേധികളായ ദുർമാർഗികൾ, അഥവാ അസ്ഹാബുൽ ഷിമാൽ
എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാർ, അവരുടെ അവസ്ഥ ഫനുസുലും മിൻ ഹമീം, ഫനുസുലും മിൻ ഹമീം. അവർ കഠിനമായ ചുട്ടുപൊള്ളുന്ന വെള്ളത്തിലാണവർ, നരകത്തിലെ വെള്ളത്തിലാണവർ. വതസ്ലിയതു ജഹീം, അതുപോലെ കത്തിക്കരിയുന്ന നരകത്തിലുമാണ്. ഇന്ന ഹാദാ ലഹുവൽ ഹഖ്കുൽ യഖീൻ, തീർച്ചയായിട്ടും ഇത് ഉറപ്പുള്ള യാഥാർത്ഥ്യമാണ്, ഉറപ്പുള്ള സത്യമാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിങ്ങൾ അല്ലാഹുവിന്റെ ഉന്നതമായ പേരുകൊണ്ട്, ഉന്നതമായ അല്ലാഹുവിന്റെ ഇസ്മു കൊണ്ട് നിങ്ങൾ അവനിക്ക് തസ്ബീഹ് ചെല്ലുക, അവനെ നിങ്ങൾ സ്മരിച്ച് ചെല്ലുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു നമ്മോട് പറയുന്നത്. ആദ്യമായി ലോക അവസാനത്തെക്കുറിച്ച് പറഞ്ഞു. ലോക അവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ 3 വിഭാഗമുണ്ടാവും. അതിൽ 2 വിഭാഗം വളരെ നല്ല ആൾക്കാരാണ്, സ്വർഗത്തിന്റെ അവകാശികളാണ്. വസ്സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞ മുഖറബീങ്ങളും അസ്ഹാബുൽ യമീം എന്ന് പറഞ്ഞ വലതുപക്ഷക്കാരും. 3ാമത്തെ വിഭാഗം നരകവാസികളാണ്, അസ്ഹാബു ശിമാൽ എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാർ, ഹതഭാഗ്യർ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ അനശ്വരമായ, അല്ലാഹുവിന്റെ അവർണ്ണനീയമായ, അല്ലാഹുവിന്റെ അനന്തവിസ്തൃതമായ സ്വർഗം കിട്ടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.